പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ക്രിസ്തു സഹോദരങ്ങളെ, സായാഹ്നത്തിൻ്റെ ഈ അനുഗ്രഹീത നിമിഷത്തിൽ നമുക്ക് ദൈവവചനത്തിലേക്ക് ഹൃദയം തിരിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി ദൈവം നമുക്ക് നൽകുന്ന തിരുവചനം സങ്കീർത്തന പുസ്തകം 127 അധ്യായം 3 വാക്യമാണ്. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ഈ വചനം ഒരു വലിയ ആത്മീയ സത്യം വെളിപ്പെടുത്തുന്നു. ജീവൻ മനുഷ്യൻ സൃഷ്ടിക്കുന്നതല്ല, ദൈവം ദാനമായി നൽകുന്നതാണ് എന്ന ആത്മീയ സത്യം. മക്കൾ ഒരു സ്വത്തല്ല, ഒരു സമ്മാനമാണ്. ഒരു കുടുംബത്തിന് ദൈവം ഏൽപ്പിക്കുന്ന വിശുദ്ധ ഉത്തരവാദിത്വമാണ് ഓരോ കുഞ്ഞും. ഇന്ന് ലോകം മക്കളെ ചിലപ്പോൾ ഒരു ഭാരമായി കാണുന്നു. എന്നാൽ ദൈവം അവരെ അവകാശം എന്ന് വിളിക്കുന്നു. അവകാശം എന്നത് അമൂല്യമായ പാരമ്പര്യം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഓരോ കുഞ്ഞിലും ദൈവത്തിൻ്റെ പ്രതിച്ഛായയുണ്ട്. ഓരോ കുഞ്ഞിൻ്റെയും ചിരിയിൽ സ്വർഗത്തിൻ്റെ സംഗീതമുണ്ട്. ഓരോ കുഞ്ഞിൻ്റെയും കണ്ണുകളിൽ ദൈവത്തിൻ്റെ പ്രത്യാശ പ്രകാശിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ വചനം വായിക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങളെയും നാം ഓർക്കുന്നു. അതോടൊപ്പം ഹൃദയം നൊന്ത് വർഷങ്ങളായി ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികളെയും ഓർക്കണം. അവരുടെ കണ്ണുനീർ ദൈവം കാണുന്നില്ലേ എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. തീർച്ചയായും കാണുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നു, സാറ കാത്തിരുന്നു, റാഹേൽ കരഞ്ഞു, ഹന്ന ദേവാലയത്തിൽ ഹൃദയം ഉരുക്കി പ്രാർത്ഥിച്ചു, എലിസബത്ത് വാർദ്ധക്യത്തിലും പ്രത്യാശ കൈവിട്ടില്ല. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവത്തിൻ്റെ സമയം മനുഷ്യരുടെ സമയത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. എന്നാൽ ദൈവം ഒരിക്കലും തൻ്റെ മക്കളുടെ കണ്ണുനീർ മറക്കുകയില്ല. പ്രിയരെ, ചിലർക്ക് ദൈവം ഉടൻ അനുഗ്രഹങ്ങളെ നൽകും. ചിലരെ ദൈവം കാത്തിരിപ്പിലൂടെ വിശുദ്ധീകരിക്കും. കാത്തിരിപ്പ് ഒരിക്കലും ഒരു ശിക്ഷയല്ല, അത് വിശ്വാസത്തെ പക്വതയുള്ളതാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ ഒരു വിദ്യാലയമാണ്. ഇന്ന് കാത്തിരിക്കുന്ന എല്ലാ ദമ്പതികളോടും ഈ വചനം പ്രത്യാശയായി സംസാരിക്കട്ടെ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല, വിശ്വസിക്കുക. അതേസമയം സന്താന ലഭ്യം സംഭവിക്കാത്ത സാഹചര്യത്തിലും ദൈവത്തിൻ്റെ സ്നേഹം കുറയുന്നില്ലെന്നും നാം ഓർക്കണം. ഒരു ദമ്പതികളുടെ മൂല്യവും വിശുദ്ധിയും മക്കൾ ഉണ്ടായിരിക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നതിൽ ആശ്രയിച്ചല്ല, അവർ ദൈവത്തിൻ്റെ പ്രിയ മക്കളാണെന്ന സത്യത്തിലാണ്. ദൈവം ഓരോ കുടുംബത്തെയും വ്യത്യസ്തമായ വഴികളിലൂടെ വിളിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്ന് മാതാപിതാക്കളായ നമ്മോടും ഈ വചനം ഒരു ചോദ്യമുയർത്തുന്നു. നമ്മുടെ മക്കളെ നാം ദൈവത്തിൻ്റെ ദാനമായി കാണുന്നുണ്ടോ? അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് അവരെ നയിക്കുവാൻ മാതാപിതാക്കളാകുന്ന നമുക്ക് സാധിക്കുന്നുണ്ടോ? മക്കൾക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് പണം അല്ല, അത് ദൈവഭക്തിയായിരിക്കണം, സ്നേഹമായിരിക്കണം, പ്രാർത്ഥനയായിരിക്കണം, നല്ല മാതൃകയായിരിക്കണം. ഇപ്പോൾ സന്താനത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതികൾക്കും വേണ്ടി നമുക്ക് ഒരേ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ജീവന്റെ ഉറവിടമേ, ഇന്നു നിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ നിൽക്കുന്ന എല്ലാ ദമ്പതികളെയും തമ്പുരാനെ തിരുകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ ചിരി കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വീടുകളെ തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യാശ നഷ്ടപ്പെടാതെ അവരെ ശക്തിപ്പെടുത്തണമേ. വൈദ്യ ചികിത്സയിലൂടെ കടന്നു പോകുന്ന ദമ്പതികൾക്ക് തമ്പുരാനെ ജ്ഞാനവും ധൈര്യവും നൽകണമേ. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹങ്ങളെ നൽകണമേ. എൻ്റെ പരിശുദ്ധ ഇഷ്ടപ്രകാരം സാധ്യമെങ്കിൽ സന്താനത്തിൻ്റെ അനുഗ്രഹങ്ങളെ നൽകി തമ്പുരാനെ അനുഗ്രഹിക്കണമേ.
അവരുടെ ഹൃദയങ്ങളിൽ സമാധാനവും വിശ്വാസവും നിറയ്ക്കണമേ. കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ അവർ ഒരിക്കലും ഏകാകികളല്ലെന്ന് തമ്പുരാനെ നീ അവിടുന്ന് അവരെ ബോധ്യപ്പെടുത്തണമേ. പരിശുദ്ധ കന്യക മറിയത്തിന്റെ മധ്യസ്ഥതയാലും സകല വിശുദ്ധന്മാരുടെയും വിശുദ്ധമതികളുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളാലും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ സംരക്ഷണത്താലും എല്ലാ കുടുംബങ്ങളെയും തമ്പുരാനെ അവിടുന്ന് കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ. നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വചനം വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ഓരോ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ ദൈവം തമ്പുരാൻ ശക്തിപ്പെടുത്തട്ടെ. കാത്തിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകട്ടെ. എല്ലാ കുഞ്ഞുങ്ങളെയും തൻ്റെ കരങ്ങളിൽ സംരക്ഷിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.